അന്യായമായിട്ടൊരു ജീവനെ ഹനിക്കുന്നവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. വമൻ അഹ്യാഹാ കഅന്നമാ അഹ്യന്നാസ ജമീഅ. അന്യായമായി ഒരു മനുഷ്യനെ വധിക്കാതെ, ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് പകരം അവന്റെ ജീവിതം നിലനിർത്തുന്ന ഒരാളോ, അവന്റെ ജീവിതം സംരക്ഷിക്കുന്ന ഒരാളോ, അവന്റെ പ്രാണനെ സുരക്ഷിതമാക്കുന്ന ഒരാളോ, അവൻ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ കാത്തവനെ പോലെയാണെന്ന് അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിളംബരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ മഹത്വം പ്രഖ്യാപിക്കാനുള്ള നൈതികത, മനുഷ്യനാണ് ഏറ്റവും വിലപ്പെട്ടവൻ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കഥാപാത്രം ഇപ്പോഴും മനുഷ്യൻ തന്നെയാണ്. ജനസംഖ്യ എത്ര പെരുകട്ടെ, രാജ്യങ്ങൾ ജനസംഖ്യയുടെ ആധിക്യം കൊണ്ട് ശ്വാസം മുട്ടി വിഷമിച്ചു കഴിഞ്ഞു എന്ന് പോലും വരട്ടെ, പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഇപ്പോഴും ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാസംഭവം ഒരു പെണ്ണിന്റെ പ്രസവമാണ്. കോടാനുകോടി ജനസംഖ്യ വർദ്ധിച്ച് അന്നം മുട്ടുമെന്ന് കണക്ക് കൊണ്ട് കൂട്ടി നമ്മോട് പറയുന്നവർ പറയട്ടെ, ആ പ്രചരണങ്ങളും കാര്യങ്ങളും നടക്കട്ടെ, അത് വേറെ കാര്യമാണ്, അത് വേറെ വശമാണ്. എത്ര മനുഷ്യരുടെ എണ്ണസംഖ്യ പെരുകിയാലും ഇപ്പോഴും ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത സംഭവം ഒരു പെണ്ണിന്റെ പ്രസവമാണ്. എന്തുകൊണ്ടെന്നാൽ അതിലൂടെ പുതിയ ഒരു പൗരൻ കുഞ്ഞിക്കാലെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ഒരു കുഞ്ഞുമോൻ അല്ലെങ്കിൽ ഒരു പുതിയ കുഞ്ഞുമോൾ. അവൻ നാളെ എന്തൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നുവെന്നാര് കണ്ടു? അവൻ നാളെ എന്തൊക്കെ അറിയുമെന്നാര് കണ്ടു? ആരൊക്കെ നിർത്തിയിടത്ത് നിന്ന് അവൻ തുടങ്ങുമെന്നാര് കണ്ടു? അവൻ ധർമ്മത്തിന് കാവൽ നിൽക്കില്ലെന്നാരറിഞ്ഞു? അവൻ ഏറ്റവും വലിയ പുണ്യത്തിന്റെ പൂക്കാലത്തിന്റെ ഉപകരണമായി മാറാതിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അവൻ മൈക്കലാഞ്ചലോയുടെ അനുയായി ആകുമോ? അവൻ ഡാവിഞ്ചിയുടെ വ്യാഖ്യാനമാകുമോ? അവൻ ബെഥോവന്റെ സംഗീത സാന്ദ്രമായ അലയടികൾക്ക് പുതിയ അനുബന്ധത്തിന്റെ രാഗതാള നിബദ്ധതയെ അവതരിപ്പിച്ച് ശക്തിമത്താക്കുമോ? അവൻ ചിത്രങ്ങൾക്ക്, പ്രപഞ്ചത്തിന്റെ ചിത്രങ്ങൾക്ക് ചാരുത പകരുമോ? അവൻ ഗവേഷകന്റെ ഗവേഷണങ്ങൾക്ക് പുതിയ ശക്തി പകരുന്ന പിൻബലമായി മാറുമോ? അവൻ ലോകത്ത് ന്യൂട്ടന്റെ അനുയായിയായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾക്ക് പുതിയ മാനം പകരുമോ? അവൻ ഉജ്ജ്വലമായ കവിതകൾ രചിച്ചുകൊണ്ട് മനുഷ്യന്റെ ദർശനത്തിന് പുതിയ വ്യാഖ്യാനം പകരുമോ? അവൻ ഒരാളുടെയെങ്കിലും ജീവിത ദുഃഖം ഒപ്പിയെടുക്കുന്ന ഒരു സഹായിയായിട്ട് മാറുമോ? അവൻ ഈ ലോകത്ത് വെളിച്ചത്തിന്റെ ഒരു പ്രഭാപൂരമാകുമോ? അങ്ങനെ കടന്നു വരുന്ന ഒരു മനുഷ്യക്കുഞ്ഞ് ഈ ലോകത്ത് ഒരു വലിയ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ്. അവൻ വെളിച്ചത്തിന്റെ പ്രളയമാണ്. അവൻ പ്രകാശത്തിന്റെ സ്ഫോടമാണ്. അവൻ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിന്റെ കിരണമാണ്. അവൻ നാളെയിലേക്കുള്ള കിളിവാതിലാണ്. അവൻ ജയിച്ചടക്കേണ്ട ലോകത്തിന്റെ കുഞ്ഞു താക്കോലാണ്. അവൻ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ട വിജ്ഞാനത്തിന്റെ ഖജനാവുകളുടെ ഉന്നതമായ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ടവനാണ്. അതുകൊണ്ട് മനുഷ്യൻ, ബഹുമാനപ്പെട്ട മനുഷ്യൻ, ആദരിക്കപ്പെടേണ്ട മനുഷ്യൻ, എവിടെയാണെങ്കിലും ആദരിക്കപ്പെടേണ്ട മനുഷ്യൻ. പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ, ഇനിയുള്ള കാലം പത്രത്തിലെ വാർത്തകൾ പോലും ചോര നിറത്തിന്റെ ചുവപ്പ് മഷി കൊണ്ട് അച്ചടിക്കേണ്ടി വരുമോ എന്ന് ശങ്കിക്കേണ്ട ഒരു കാലത്ത് എന്തിനാണ് ഉറങ്ങിക്കിടക്കുന്നവനെ വെട്ടിക്കൊല്ലുന്നത്? എന്തിനാണ് അമ്മയോടൊപ്പം ശയിക്കുന്ന മകനെ ഹനിക്കുന്നത്? എന്തിനാണ് ഭാര്യയോടൊപ്പം ശയിക്കുന്ന ഭർത്താവിനെ ഹനിക്കുന്നത്? കൊടിയുടെ നിറം മാറിയതിനോ? എങ്കിൽ ലഖദ് കറംനാ ബനീ ആദം, മനുഷ്യ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നുവെന്ന വിളംബരം ഉറക്കെ വിളിച്ചു പറയാൻ 1000 കുതിരശക്തിയോടെ നാം എഴുന്നേൽക്കുക. നമ്മുടെ ശബ്ദത്തിന് ഊക്കുണ്ടാകട്ടെ. നമ്മുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനി 8 ദിക്കും മുഴങ്ങട്ടെ. വിഭാഗങ്ങളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന്, കക്ഷികളിൽ നിന്ന് നേർവഴിക്ക് ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ഉയർന്നണീറ്റ് കൈകോർത്ത് പിടിക്കട്ടെ. മനുഷ്യത്വത്തിന്റെ ഒരു പുതിയ ഭൂമികയിലേക്ക്, ഒരു പുതിയ വിധാനത്തിലേക്ക് നമുക്ക് ഒന്നിച്ചുയരാൻ സാധിക്കട്ടെ. അതിന് നൈതികതയുടെ ഒരാലംബത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കണം. ഈ നൈതികത ഭൗതിക പ്രമത്തതയുടെയും ആത്മീയതയുടെയും ഇടക്കുള്ള ഒരു പാലമായിരിക്കണം. ഭൗതിക പ്രമത്തത പരിഹാരമല്ല.
ആത്മീയ ഒളിച്ചോട്ടവും പരിഹാരമല്ല. ആത്മീയതയുടെ ഗുണങ്ങൾ എടുക്കണം, പക്ഷെ വിൽപ്പനച്ചരക്കാകുന്ന ആത്മീയതയുടെ തിന്മകളെ നിരാകരിക്കണം. ഭൗതികതയെ ഒരിക്കലും മനുഷ്യന് പൂർണ്ണമായി കൈവടിയാൻ സാധിക്കില്ല. ഈ ലോകമാണ് ഭൗതിക ലോകം. ഇവിടെ തന്നെയാണ് ജീവിതം, ഇവിടെയാണ് അന്നം, ഇവിടെയാണ് ഉടുവസ്ത്രം, ഇവിടെയാണ് പാർപ്പിടം, ഇതാണ് ഭൂമി, ഈ വാനം, ഈ വായു, ഈ കടൽ, ഈ കര, ഈ പൂന്തോപ്പ്, ഈ പൂമ്പാറ്റ, ഈ നക്ഷത്രങ്ങൾ, ഈ ഭൗതിക മണ്ഡലം. ഈ ഭൗതിക മണ്ഡലത്തിന്റെ നന്മകളെ ആവാഹിക്കുക, എന്നിട്ട് ശരീരത്തിനകത്ത് കിടക്കുന്ന ആത്മാവിന്റെ പ്രകാശത്തെ പ്രാപിക്കുക. അങ്ങനെ ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ, ഭൗതിക നന്മകളുടെ, ആത്മീയ സത്യങ്ങളുടെ നടുക്ക് പാലം കെട്ടുക. അങ്ങനെ മതത്തിന് യുക്തിബോധത്തിന്റെ കരുത്ത് പകരുക. യുക്തിബോധമില്ലാത്ത മതവിശ്വാസം വെറും അന്ധവിശ്വാസം. അപ്രകാരം തന്നെ ധർമ്മബോധത്തിന്റെ പിൻബലമില്ലാത്ത ശാസ്ത്രബോധമോ ശാസ്ത്രവിജ്ഞാനമോ ഏറ്റവും വലിയ ഭീകരത. അതാണ് മനുഷ്യന്റെ ശരീരത്തിൽ പന്നിയുടെ ഹൃദയം പോലും വെച്ച് പിടിപ്പിക്കാൻ പഠിപ്പിച്ച അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചത്. ഒരു കുരുവിയേക്കാൾ നിസ്സാരമായ ഒന്നിനെ ഒരാൾ കൊന്നാലും നാളെ പരലോകത്ത് അതിനെക്കുറിച്ച് അവൻ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടി നാം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുരുവിയേക്കാൾ നിസ്സാരമായ ഒന്നിനെ ഒരാൾ കൊന്നുകളഞ്ഞാലും നാളെ അതിനെക്കുറിച്ച് പരലോകത്ത് ആ കൊന്നുകളഞ്ഞവൻ കണക്ക് കൊടുക്കേണ്ടി വരും. സർവശക്തന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ മദീനയിലേക്കുള്ള പാതയുടെ ഈ 15ാമത്തെ ഈ ആണ്ടിൽ ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിനീതൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഞാൻ ഇവിടെ വന്നതും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ വന്നതും ഫലവത്താകുമെന്ന് എൻ്റെ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുകയാണ്. ഏറെ പറയണമെന്നില്ല, ഏറെ കേൾക്കണമെന്നില്ല, വ്യാഖ്യാനിക്കണമെന്നില്ല, നീട്ടിപ്പരത്തി പറയണമെന്നില്ല, ഒരുപാട് വർണ്ണിക്കണമെന്നില്ല, ഒരുപാട് വിശദീകരിക്കണമെന്നില്ല, ഒരുപാട് കഥാകഥനം വേണ്ട, ഒരുപാട് ഇതിഹാസവൽക്കരണം വേണ്ട, ഒരുപാട് വ്യാഖ്യാന വിദണ്ഡവാദങ്ങൾ വേണ്ട, ഒരുപാട് വിശദീകരണ ഖണ്ഡന മണ്ഡനങ്ങൾ വേണ്ട, ഒരുപാട് നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. ഒരു കുരുവിയേക്കാൾ മോശപ്പെട്ട ഒരു ജീവിയെ, ഒരു കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവനെ ഒരാൾ കൊന്നുകളഞ്ഞാലും അവനാ നടത്തിയ കൃത്യത്തിന്റെ പേരിൽ നാളെ തമ്പുരാനായ റബ്ബിന്റെ മുമ്പിൽ, കണക്ക് ചോദിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, അധിപതിയായ റബ്ബിന്റെ മുമ്പിൽ, നീതിമാനായ നീതിത്തുലാസും കൊണ്ട് വിചാരണക്ക് വരുന്ന ഗ്രന്ഥം വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും തരാൻ മലക്കിനെ ചുമതലപ്പെടുത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് നീ കൊടുക്കേണ്ടി വരുമെന്ന് വിശ്വഗുരുവേ, വിശ്വവിമോചകനെ, വിശ്വപ്രവാചകനെ, ആമിന ബീവിയുടെ മുത്തുമോനെ, മനുഷ്യത്വത്തിന്റെ വ്യാഖ്യാതാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടല്ലാതെ മനുഷ്യനെ ബഹുമാനിക്കുക, മനുഷ്യനെ ബഹുമാനിക്കുക. മനുഷ്യനില്ലെങ്കിൽ ഇവിടെ സ്നേഹമുണ്ടോ? മൊഹബ്ബത്ത് ന ഹോതി ത കുച്ച് ഭീ ന ഹോതാ. സ്നേഹമില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. നീതിയാണ് സ്നേഹം. ജഹാ മേ കോയി ബോൽ ബാലാ ന ഹോതാ. ഈ ലോകത്തൊരു വിശേഷവും ഉണ്ടാകുമായിരുന്നില്ല, ഈ ലോകത്തിനൊരു കേളിയും ഉണ്ടാകുമായിരുന്നില്ല. ബശർ കോയി ന അപ്നാ വ അലാ ന ഹോതാ. മനുഷ്യൻ ഏറ്റവും ഉയർന്നവനായി മാറുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ. മൊഹബ്ബത്ത് ന ഹോതി ത കുച്ച് ഭീ ന ഹോതാ. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അന്ധേരാ ന ഹോതാ ഉജാലാ ന ഹോതാ. ഇരുട്ടുണ്ടാകുമായിരുന്നില്ല, വെളിച്ചവും ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, സ്നേഹമില്ലായിരുന്നുവെങ്കിൽ അന്ധേരാ ന ഹോതാ ഉജാലാ ന ഹോതാ ന കോയി ഗുലോം കാ തമന്നായി ഹോതാ. പൂക്കൾക്ക് ആഗ്രഹം ജനിക്കുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ. പുഷ്പത്തിനുമുണ്ടൊരു മോഹം, വിരിയാൻ മോഹം, തൂമണം തൂകാൻ മോഹം, പൂമ്പാറ്റെ ക്ഷണിക്കാൻ മോഹം, പൂന്തോപ്പിനെ അലങ്കരിക്കാൻ മോഹം, ഭൂമിയെ അലങ്കരിച്ചു വെക്കാൻ മോഹം. എന്തിനേറെ പറയണം, പ്രപഞ്ചത്തെ ഒരു മുഴുവനൊരു പൂന്തോപ്പാക്കാൻ മോഹം. ആ മോഹവുമായിട്ടാണ് ഓരോ പുഷ്പവും നിൽക്കുന്നത്. ന കോയി ഗുലോം കാ തമന്നായി ഹോതാ.
ന ദുനിയാ മേ കോയി ബഹൻ ഭായി ഹോത്ത. ഈ ലോകത്ത് ആങ്ങള പെങ്ങളുണ്ടാകുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ. പക്ഷെ അതൊന്നുണ്ടോ? ഞാൻ വിശദീകരിച്ചിട്ട് ഈ സദസ്സിനെ, ഇതിന്റെ വിഷയത്തെ താണ ലെവലിലേക്ക് കൊണ്ടുപോകണില്ല. ഈ അടുത്ത കാലത്ത്, തൊട്ടടുത്ത കാലത്ത് പത്രത്തെ കീഴടക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത ആങ്ങളും പെങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചാണ്. നകോ ദുനിയാ മേ കോയി ബഹൻ ഭായി ഹോത്ത. ഈ ലോകത്ത് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ആങ്ങളെ പെങ്ങള് പോലും ഉണ്ടാകുമായിരുന്നില്ല. ബന്ധങ്ങളെ മറന്ന ഈ ലോകത്ത്, തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലോകത്ത്, പെങ്ങളെ പെങ്ങളായി കാണാൻ കഴിയാത്ത ഈ ലോകത്ത്, സ്വന്തം തന്തക്കും തള്ളക്കും പറന്ന പെങ്ങള് പോലും പെങ്ങളല്ലെങ്കിൽ പിന്നെ അന്യ കുടുംബങ്ങളിൽ പറന്ന സമൂഹത്തിലെ സഹോദരിമാരെ എവിടെന്നാണ് പെങ്ങന്മാരായിട്ട് കാണാൻ സാധിക്കുക? നയേ സോസ് ഹോത്ത നയേ സാസ് ഹോത്ത. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ നയേ സോസ് ഹോത്ത നയേ സാസ് ഹോത്ത. ഈ ഊഷ്മളത ഉണ്ടാകുമായിരുന്നില്ല, ഈ ഊഷ്മളത ഉണ്ടാകുമായിരുന്നില്ല, ഈ ഉഷ്ണവും ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹമാണ് ചൂട്, സ്നേഹമാണ് ഊഷ്മളത, സ്നേഹമാണ് മാതാവ്, സ്നേഹമാണ് പിതാവ്, സ്നേഹമാണ് കടല് പോലും പാടുന്ന ഗാനം, സ്നേഹമാണ് അഖിലം, സ്നേഹമാണ് കൊള്ളിമീൻ നക്ഷത്രത്തിന്റെ സന്ദേശം, സ്നേഹമാണ് കുഞ്ഞുമോനെ നിന്റെ വിലാപം, സ്നേഹമാണ് കുഞ്ഞുമോളെ നിന്റെ കണ്ണീർ, സ്നേഹമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, സ്നേഹ അഖിലം. സ്നേഹമില്ലെങ്കിൽ നെഞ്ചു ചൂടാകുമായിരുന്നില്ല, നെഞ്ചു ചൂടാകുന്നില്ലെങ്കിൽ കണ്ണുനീർ മഴ പെയ്യുമായിരുന്നില്ല, കണ്ണുനീർ പൂക്കൾ പൂക്കുമായിരുന്നില്ല. കണ്ണിലൊരു പുഷ്പം വിരിയുന്നു, അത് കണ്ണുനീർ പുഷ്പമാണ്. സ്നേഹമില്ലാത്തവന്റെ കണ്ണിൽ കണ്ണുനീര് വരില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇത് കാരുണ്യത്തിന്റെ കണ്ണീരാണെന്ന് മുഹമ്മദ് മുസ്തഫ. നയേ സോസ് ഹോത്ത നയേ സാസ് ഹോത്ത. ഈ ഉഷ്ണമുണ്ടാകുമായിരുന്നില്ല, ഈ ഊഷ്മളതമുണ്ടാകുമായിരുന്നില്ല. മുഹബ്ബത്ത് ഖുദാ കാന ഇക്റാസ് ഹോത്ത. അല്ലാഹുവിനോടുള്ള മുഹബ്ബത്ത്, ഒരു പൊരുള്, ദൈവ സർവശക്തനോടുള്ള സ്നേഹം ഒരു പൊരുളായി മാറുമായിരുന്നില്ല. പരിശുദ്ധ റബ്ബിനോടുള്ള സ്നേഹം പഠിപ്പിക്കാൻ വന്നു മുഹമ്മദ് മുസ്തഫ. സൂറത്ത് കിസി കി സമാതി. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒരാളുടെ കണ്ണിൽ വേറെ ഒരാളുടെ രൂപം തെളിയുമായിരുന്നില്ല. കണ്ണിൽ തെളിയുന്ന രൂപങ്ങൾ, എത്ര മനോഹരമാണ് ഈ വാക്കുകൾ. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒരാളുടെ കണ്ണിൽ മറ്റൊരാളുടെ രൂപം തെളിയുമായിരുന്നില്ല. സൂറത്ത് കിസി കി സമാതി न बिछड़े की हुओं की कहीं याद आती. അകന്നു പോയവരെ ഓർക്കാൻ കഴിയുമായിരുന്നില്ല. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ അടുത്തില്ലാത്തവരെ ആർക്കെങ്കിലും ഓർമ്മ വരുമോ? സ്നേഹമാണ് ഓർമ്മ വരുന്നത്. സ്നേഹമില്ലെങ്കിൽ ഓർമ്മയുണ്ടോ? സ്നേഹമില്ലെങ്കിൽ സ്മരണ പൂക്കുമോ? സ്നേഹമില്ലെങ്കിൽ വിരഹമുണരുമോ? സ്നേഹമില്ലെങ്കിൽ ദുഃഖമടിയുമോ? സ്നേഹമില്ലെങ്കിൽ കഥനം പൂക്കുമോ? സ്നേഹമില്ലെങ്കിൽ കഥന കണ്ണീര് ചാലിട്ടൊഴുകുമോ? ഗൾഫിൽ കഴിയുന്ന മകന് വേണ്ടി കണ്ണുനീർ വാർക്കുന്ന പിതാവിന്റെ, മാതാവിന്റെ കണ്ണിലെ ചൂടുള്ള കണ്ണുനീര് സ്നേഹത്തിന്റെ ഒഴുക്കാണ്. ഭർത്താവിന് വേണ്ടി ഒഴുകുന്ന ഭാര്യയുടെ കണ്ണുനീര് സ്നേഹത്തിന്റെ ഒഴുക്കാണ്. പക്ഷെ അത് മാത്രമല്ല, പാറ്റകൾ വന്ന് മരിക്കുമെന്നറിഞ്ഞിട്ടും ഇവിടെ വിളക്ക് കത്തുമായിരുന്നില്ല. സ്നേഹമില്ലായിരുന്നെങ്കിൽ പാറ്റകൾക്ക് വന്ന് വീണടിഞ്ഞ് മരിക്കാൻ ദീപം ഇവിടെ ജ്വലിക്കുമായിരുന്നില്ല. ദീപം അണയുമ്പോൾ പാറ്റകൾ പാറിപ്പറക്കുന്നു. പാറ്റക്കറിയാം ഇത് മരണത്തിലേക്കുള്ള പോക്കാണ്. പാറ്റക്കറിയാം ഇത് അന്ത്യമാണ്. പാറ്റക്കല്ലെങ്കിൽ എന്തിന് ജീവിതം? പാറ്റയുടെ ജീവിതം നൈമഷികമാണ്. പാറ്റ സ്നേഹത്തിന് വ്യാഖ്യാനമാകാൻ പറന്നതാണ്. പാറ്റ വിളക്കിനെ സ്നേഹിക്കാൻ മാത്രം പറന്നതാണ്. പാറ്റക്ക് ദീർഘായുസ്സിന് വേണ്ടി മോഹമില്ല. പാറ്റക്ക് ഉള്ള ജീവിതം സ്നേഹിക്കാൻ വേണ്ടി ചെലവഴിക്കണമെന്നേ ഉള്ളൂ. പാറ്റ മരിക്കുമെന്നറിഞ്ഞിട്ടും ആ പാറ്റക്ക് അപകടമാണെന്നറിഞ്ഞിട്ടും ഇവിടെ വിളക്ക് കത്തുമായിരുന്നില്ല.
മൊഹബ്ബത്തിനെ ആദം കോ സജ്ദാ കരായ, സ്നേഹമല്ലയോ ആദമിനെ സുജൂദ് ചെയ്യിപ്പിച്ചത്? സ്നേഹമല്ലയോ ആദമിനെ അല്ലാഹുവിന്റെ മുമ്പിൽ ആദ്യമായിട്ടുള്ള സുജൂദിൽ വീഴ്ത്തിയത്? അത് സ്നേഹമല്ലയോ? മൊഹബ്ബത്തിനെ ഖത്റേ കോ ദറിയാ ബനായ, സ്നേഹമല്ലയോ ഒരു തുള്ളി വെള്ളത്തെ ഒരു കടലാക്കി മാറ്റിയത്? എവിടെ സ്നേഹമുണ്ടോ അതിവിടെ ഒരു കടലാണ്. ഒരാൾക്ക് കഴിക്കാനുള്ള ഒരിത്തിരി വെള്ളമുണ്ടോ, അത് 10 ആൾക്ക് കഴിക്കാനുള്ള പാനീയമായി മാറുന്നത് ആ 10 ആളെ ബന്ധിപ്പിക്കുന്ന സ്നേഹമാണ്. ഒരു വീട്ടിൽ പാർക്കുന്നവർക്കല്ല, ഒരു ഭൂമിയിൽ പാർക്കുന്നവർക്ക് മുഴുവൻ ഒന്നിച്ച് ആഹരിക്കാൻ വേണ്ട ഭക്ഷണം ലഭിക്കുന്നതും അതവർക്ക് പകർന്നേകുന്നതും സ്നേഹമാണ്. മൊഹബ്ബത്തിനെ ബന്ദേക്കോ റബ്ബ് സേ മിലായ, മൊഹബ്ബത്തിനെ ദോനോ ജഹാൻ കോ സജായ. സ്നേഹമാണ് അല്ലാഹുവിനെ അവന്റെ അടിമയെ കൊണ്ടുപോയിട്ട് ബന്ധിപ്പിച്ചത്. സ്നേഹമല്ലയോ ഈ ലോകത്തെ ഏറ്റവും വലിയ അലങ്കാരത്തിലേക്ക് കൊണ്ടുപോയത്? ആ അലങ്കാരത്തിലേക്ക് കൊണ്ടുപോയത് സ്നേഹമാണ്. ആ സ്നേഹം കടന്നു വരുമ്പോൾ മനുഷ്യന്റെ ജീവിതം ഇതിഹാസ തുല്യമായി തീരുന്നു. അതുകൊണ്ട് നാം ഈ ഉജ്ജ്വലമായ സദസ്സിൽ നിന്ന് ഈ ഒരു വലിയ സന്ദേശം പോലെ മുഴക്കേണ്ടതാണ്. മൊഹബ്ബത്ത് ന ഹോതി തോ കുച്ച് ഭീ ന ഹോതാ. സ്നേഹമില്ലെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹമില്ലെങ്കിൽ ഈ ലോകത്തിന് അസ്തിത്വം ഉണ്ടാകുമായിരുന്നില്ല. അവസാനമായി മദീനയിലേക്കുള്ള പാതയിൽ സ്നേഹത്തിന്റെ ആഖ്യാനം പോലെ നാം ആവർത്തിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ കവിയുടെ വാക്കിന് നാം അടിവര കുറിക്കുകയാണ്. മുഹമ്മദ് കോ അല്ലാഹ് പൈദാന കർത്താ. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സൃഷ്ടിക്കുമായിരുന്നില്ല. സ്നേഹത്തെ പകർത്താനാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. സ്നേഹത്തിന്റെ മുഖവുര മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ ആമുഖവും മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ സമാപന വാക്യവും മുഹമ്മദ് മുസ്തഫ. ഒരു കവി പറയുന്നുണ്ട്, സ്നേഹം തുടങ്ങുന്നത് എന്റെ ഹൃദയത്തിൽ നിന്നെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്ന സ്നേഹത്തിന്റെ ഒരു വീടുണ്ടെങ്കിൽ അത് പരിശുദ്ധ മദീനയിലെ റൗള ഷരീഫിലെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാസസ്ഥാനമാണ്. ഈ നബിയെ അല്ലാഹു സൃഷ്ടിച്ചത് മുഹബ്ബത്ത് കൊണ്ടാണ്. മുഹബ്ബത്ത് ന ഹോതി തോ കുച്ച് ഭീ ന ഹോതാ. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. മുഹമ്മദ് കോ അല്ലാഹ് പൈദാ ന കർത്താ. നബിയെ അല്ലാഹു സൃഷ്ടിക്കുമായിരുന്നില്ല. ന ഹോയി ഖുദായി ന ചർച്ച ഖുദാക. ഇവിടെ ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ സർവജ്ഞനെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, നബി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കബീ ഹക്കോ ബാതിൽ കാഫിർ ജഗടാ ന ഹോതാ. സത്യവും അസത്യവും തമ്മിലൊരു ലഹളയും ഒരു കലഹവും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. മുഹമ്മദിന്റെ ആഗമനമില്ലായിരുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ന ഖുർബാൻ ഹോതാ നബി കാ നവാസാ. ഈ നബിയുടെ പേരക്കുട്ടി ബലി കൊടുക്കപ്പെടുമായിരുന്നില്ല. ഇമാം ഹുസൈൻ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, സ്നേഹമാണ് ഹുസൈന്റെ ഏറ്റവും വലിയ സംഭാവന റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് പരിശുദ്ധനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ സ്നേഹത്തോടെ, ആ സ്നേഹം കൊണ്ട് ലോകത്തുണ്ടായ നന്മയോടെ നാം ഈ ഉജ്ജ്വലമായ സദസ്സിൽ നിന്ന് ഏറ്റവും വലിയ പരമമായ വിശാലമായ സ്നേഹത്തെ പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ പുതുക്കേണ്ടതാണ്. ആ സ്നേഹത്തിന്റെ പ്രതിജ്ഞ പുതുക്കാൻ, ആ സ്നേഹത്തിന്റെ പ്രതിജ്ഞ ഒരു ലോകത്തിന് വേണ്ടിയുള്ള മുഴുവൻ സ്നേഹമാകാൻ. എന്താണ് സ്നേഹം? അത് മനുഷ്യരോടുള്ള സ്നേഹമാണ്. എന്താണ് പരമമായ സ്നേഹം? അത് മനുഷ്യരായ സൃഷ്ടികൾ സൃഷ്ടാവിനോട് കാണിക്കേണ്ട സ്നേഹമാണ്. ആ സൃഷ്ടാവിനോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ മനുഷ്യർക്ക് വേണ്ടി മുഴുവൻ തന്റെ സ്നേഹത്തെ വീതിച്ച് നൽകിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ആൺമക്കളാണ് ഒരു ആണിന്റെ ഏറ്റവും വലിയ യോഗ്യതയെന്ന് വിശ്വസിച്ചിരുന്ന അറബികൾക്കിടയിൽ ആൺമക്കളില്ലാതെ ജീവിച്ചിട്ടും അഭിമാനത്തോടെ പെൺമക്കളാണ് എന്റെ മകളാണ് എന്റെ അഭിമാനമെന്ന് വിളിച്ചു പറയാൻ മുഹമ്മദ് മുസ്തഫ
ആൺമക്കളില്ലാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വംശപരമ്പര അറ്റുപോകും മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിഹാസ വാക്കുകൾക്കിടയിലും പെണ്ണാണ് പ്രധാനം, ഒരു പെൺകുഞ്ഞിന്റെ ജന്മമാണ് പ്രധാനം, പുത്രനേക്കാൾ പുത്രിക്ക് പ്രധാനം, പുത്രിയുടെ സ്ത്രീയുടെ വ്യക്തിത്വം പ്രധാനമെന്ന് ഫാത്തിമയിലൂടെ ലോകത്തെ പഠിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഈ പ്രഭാഷണത്തിന്റെ അവസാന ദിവസത്തിൽ നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഹസ്രത്ത് ഫാത്തിമയാണ്. അതാണ് ഫാത്തിമ എന്ന വിഷയത്തിലൂടെ സയ്യിദത്തുനാ സയ്യിദത്തുൻ നിസാ സയ്യിദത്തുൽ ജന്ന ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹായെ കുറിച്ചുള്ള വിശദമായ ചർച്ചയുള്ളതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായിലൂടെ സ്ത്രീത്വത്തിന്റെ പദവി ഉയർത്തിയ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വീടിനൊരു മണിയറ സൃഷ്ടിക്കാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബിനിമാർക്കൊരു മണിയറ എന്ന ഹാരം, ഇംഗ്ലീഷിൽ പറയുന്ന ഹാരം, അത് സൃഷ്ടിച്ചു കൊടുക്കാൻ മെനക്കെടാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കുടുംബത്തിലെ പത്നി നൽകാൻ കഴിയാത്ത വീട്ടിലെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലിനെ ബുദ്ധിമുട്ടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലിനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹുമാ അത് ചർച്ച ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കാണാൻ ആ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ചരിത്രകാരൻ ഉദ്ധരിക്കുകയാണ്, അവിടുന്ന് കടന്നുറങ്ങുന്നത് സ്റ്റോർ റൂമിലാണ്. കുടുംബത്തിലെ കുടുംബിനി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ ലോക ഗുരുനാഥൻ സ്റ്റോർ റൂമിൽ പോയി പായ വിരിച്ച് കിടന്നുറങ്ങിയ രംഗം കണ്ട് ഉമറിന്റെ കവിളത്തൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിയത് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. മണിയറ പുകാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം അവിടുത്തെ പത്നിമാരെ എന്തിനു കുറ്റപ്പെടുത്തണം? അവർ റോമ ചക്രവർത്തിയുടെ വീട്ടിലെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. അവർ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപതിയുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. അവരുടെ കൂടെ ജീവിക്കുന്ന പത്നിമാർ രാജ്ഞിമാരാണ്. അവർക്ക് വേറെ കൊട്ടാരങ്ങളാണ്, അവർക്ക് വേറെ മണിമേടകളാണ്, അവർക്ക് രമ്യഹർമ്മങ്ങളാണ്, രമ്യഹർമ്മങ്ങൾക്കകത്ത് മണിമേടകളാണ്, വെഞ്ചാമരം വീശാൻ തോഴികളാണ്, ആഹാരങ്ങളുടെ വൈവിധ്യമാണ്, ആഡംബര സമൃദ്ധമാണ് ജീവിതം. അത് മദീനയിലും ആ വാർത്ത എത്തിയിരുന്നു. അവർക്കാകട്ടെ ചരിത്രകാരൻ പറയുകയാണ്, 3 ദിവസത്തേക്ക് ഉണങ്ങിച്ചപ്പിയ റൊട്ടിയുടെ കഷ്ണമല്ലാതെ പരിശുദ്ധ റസൂലിന്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉണങ്ങിയ റൊട്ടി കഷ്ണം ഭുജിച്ചു കഴിഞ്ഞ പരിശുദ്ധ റസൂലിന്റെ പത്നിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ആ വീട്ടിൽ ഈത്തപ്പഴവും പച്ചവെള്ളവുമായിരുന്നു പല ദിവസങ്ങളിലും വിഭവമെന്ന് റമദാനിലെ നോമ്പ് തുറന്ന് വന്നിരിക്കുന്ന സദസ്സിലെ സഹോദരങ്ങളെ, റമദാനിലും അല്ലാത്തപ്പോഴും നാം ഓർത്തിരിക്കേണ്ട പ്രമാണമാണ്. പങ്കുവെക്കാനുള്ള അന്നവുമായി ഈ ലോകത്ത് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ എന്ന് പഠിപ്പിക്കാൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങൾ അല്ലാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. എന്റെ മേൽ ആരെങ്കിലും ഒരു വട്ടം സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അവന്റെ മേൽ അല്ലാഹു 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മേലിന്റെ പേര് മുഴങ്ങിയിട്ട് സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നവൻ തന്നെയാണ് പിശുക്കുള്ള ലുബ്ധനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൂടെ ജീവിച്ച പത്നി പിന്നെ എന്തായി? ആയിഷയുടെ ജീവിതത്തിലേക്ക് കടക്കുക. ആയിഷ ലോകത്തിലെ ഗ്രന്ഥകാരന്മാർക്ക് വിഷയമായ മഹിത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, വനിതാ രത്നമാണ്. ഹസ്രത്ത് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. പരിശുദ്ധ റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് 1,00,000 പെൻഷൻ അനുവദിച്ചു. നബിയുടെ പത്നി എന്ന ബഹുമാന്യതയാർന്ന സ്ഥാനത്തിന്റെ പരിഗണന വെച്ച് ആയിഷക്ക് 1,00,000 സ്വർണ്ണ നാണയം പെൻഷൻ. ലോകത്താദ്യമായി പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന്
ലോകത്ത് പല ചരിത്രകാരന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള കാലത്ത് സമൂഹത്തിന് സേവനം ചെയ്തവർ, പ്രായം അധികമായാൽ ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് അവർക്ക് പൊതുഖജനാവിൽ നിന്നൊരു ആനുകൂല്യം നൽകണം. അതിന് പിൽക്കാലത്ത് ലോകം പെൻഷൻ എന്ന് പേരിട്ടാലും അത് പരിശുദ്ധ നീതിമാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. ആയിഷ ബീവിക്ക് അനുവദിക്കപ്പെട്ട 1,00,000 നാണയം, ആ 1,00,000ന്റെ സ്വർണ്ണ നാണയം ചുമന്നുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലിന്റെ കിടപ്പറ പങ്കിട്ട ആയിഷ, സത്യവതി ആയിഷ, സന്മാർഗവതി ആയിഷ, ലോകത്തിന്റെ പ്രമാണം പോലെ ആയിഷ, പാണ്ഡിത്യത്തിന്റെ രത്നം പോലെ ആയിഷ, സ്ത്രീത്വത്തിന്റെ അധ്യാപിക പോലെ ആയിഷ. ആരോടാണ് അങ്ങേക്ക് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് ലോകഗുരുവിനോട് ചോദിച്ചപ്പോൾ എന്റെ ആയിഷ എന്ന് ഏതൊരായിഷയെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞുവോ ആയിഷ. പക്ഷേ സ്ത്രീകൾ മനസ്സിലാക്കണം, ആണുങ്ങളും മനസ്സിലാക്കണം, സഹോദരിമാരും അറിയണം. ആർഭാടം വർദ്ധിപ്പിക്കുന്നതിലാണ് ജീവിതമെന്ന് പഠിച്ചു വെച്ച ഇന്നത്തെ വനിതാ മണികൾക്ക് മുമ്പിൽ മാതൃകയുടെ പടുഗോപുരം പോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവി ഈ 1,00,000 നാണയവും അവിടെ വെച്ചിട്ട് ദാനധർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ആയിഷ ബീവിക്ക് നോമ്പുള്ള ദിവസമാണ്. ആയിഷ ബീവിക്ക് നോമ്പുള്ള ദിവസമാണ്. 1,00,000 1,00,000 നാണയം ഒരു സെക്കൻഡ് പോലും താമസിപ്പിക്കാതെ ദൂതന്മാരുടെ അടുക്കൽ ദാനധർമ്മത്തിന് വേണ്ടി ആയിഷ നിയോഗിക്കുകയാണ്. കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യൂ. അവസാനം കൊണ്ടുവന്ന ആളുടെ കയ്യിൽ നിനക്കുള്ളതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ കയ്യിലും ആയിഷ ബീവി കുറച്ച് ദാനം തന്നു. അത് എണ്ണി നോക്കിയപ്പോൾ 84 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നുവെന്ന് അത് കൊണ്ടുപോയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആയിഷ ബീവി അന്ന് നോമ്പുക്കുമ്പോ നോമ്പ് തുറക്കാനൊന്നുമില്ല. ലോകത്തിങ്ങനെയുള്ള മാതൃകയുണ്ടാകുമോ? അന്ന് ആയിഷ ബീവിക്ക് നോമ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 1,00,000 നാണയം പെൻഷനായിട്ട് വീട്ടിൽ വന്നണഞ്ഞതാണ്. പണ്ട് കാലത്തെ ദാരിദ്ര്യം വന്ന് അപ്പൊ ഈ സദസ്സിലുള്ള ചിലർക്കെങ്കിലും തോന്നും, എവിടെ നിന്ന് കിട്ടിയിരിക്കണം ഈ 1,00,000? അതിന് കുട്ടികളെ, യുവാക്കളെ, നിങ്ങൾ ചരിത്രം പഠിക്കണം. ഉമറിന്റെ കാലത്താണ് പേർഷ്യ അധീനമായത്, റോമ അധീനമായത്. ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരൻ പറയുന്നത് മദീനയുടെ മസ്ജിദിന്റെ മുറ്റം സമ്പത്ത് കൊണ്ട് കുന്നുകൂടി എന്നാണ്. പേർഷ്യയിൽ നിന്ന്, റോമയിൽ നിന്ന് ഒഴുകിയെത്തിയ സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ മരുഭൂമിയുടെ നായകന്റെ അനുയായികളുടെ കാൽക്ക് കീഴ് സമർപ്പിക്കപ്പെട്ട കാലമാണത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഉമ്മത്തീങ്ങളുടെ കാൽക്കൽ സിംഹാസനങ്ങളും കിരീടങ്ങളും സമർപ്പിക്കപ്പെടാൻ വേണ്ടി ഈത്തപ്പനയിൽ ഉറങ്ങിയതാരോ അതാണ് എന്റെ നബി എന്ന് അല്ലാമ ഇഖ്ബാലിനെ കൊണ്ട് പാടിപ്പിച്ച ആ രംഗവിശേഷമാണിത്. ഉമ്മത്തീങ്ങളുടെ കാൽക്കൽ സിംഹാസനങ്ങളും കിരീടങ്ങളും സമർപ്പിക്കപ്പെടാൻ പരിപരിത്ത ഈത്തപ്പനയോലയിൽ നിദ്ര കൊണ്ടയാളാണ് എന്റെ നബി എന്ന് 20-ാം നൂറ്റാണ്ടിന്റെ പൂങ്കുയിൽ ദാർശനിക കവി ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ ഗാനം ചെയ്യുകയുണ്ടായി. ആ പരിശുദ്ധ പ്രവാചകന്റെ കാലശേഷം അധർമ്മത്തിന്റെ അധിപതികളും സാമ്രാജ്യങ്ങളും തകർന്നപ്പോൾ, സമ്പത്ത് മദീനയിലേക്ക് ഒഴുകിയപ്പോൾ പരിശുദ്ധ നബിയുടെ പത്നിക്കൊരവകാശമുണ്ട്, പെൻഷന്റെ അവകാശം. അതാണ് ഈ 1,00,000. അതൊരു കൊല്ലത്തേക്കുള്ള മുതലാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വാർഷിക പെൻഷനാണ് ഈ 1,00,000. ഒരു കൊല്ലം ആയിഷ ബീവിക്ക് ജീവിക്കാനുള്ള വകയാണ് ഈ 1,00,000. 12 മാസത്തേക്കുള്ള വകയാണ് ഈ 1,00,000. അതാണ് ഒരു നാണയത്തിന്റെ തരി പോലും ബാക്കി വെക്കാതെ ആയിഷ ബീവി ദാനം ചെയ്തത്. കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ 84 നാണയം. അന്ന് വൈകുന്നേരം മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങി. നബിയോടൊപ്പം ശയ്യ പങ്കിട്ട ആയിഷ, ത്യാഗത്തിന്റെ മഹദീമണി ആയിഷ, വഹയിന്റെ വിയർപ്പ് തുള്ളികളെ തന്റെ കൈകൊണ്ട് ഒപ്പിയെടുക്കാൻ ഭാഗ്യമുണ്ടായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ലോകത്ത് സോഷ്യലിസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എത്ര പേരുണ്ട്, അത് സ്വന്തം ജീവിതത്തിലൂടെ നടപ്പാക്കാൻ ഇതാ ഒരു വനിതാ മാതൃക, അവസാനിക്കാത്ത മാതൃക പോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹാ
നോമ്പ് തുറക്കാൻ പോണ നേരത്ത് ആയിഷ ബീവിയുടെ വീട്ടിലെ ജോലിക്കാരി പറഞ്ഞു അത്രേ, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിരുന്നുവെങ്കിൽ ഈ പച്ചവെള്ളവും ഈത്തപ്പഴവും കൊണ്ട് നോമ്പ് തുറക്കേണ്ടി വരില്ലായിരുന്നു. അന്നത്തെ ഒരു വകക്കെങ്കിലും കരുതി വെക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ വിവരമറിഞ്ഞ ആയിഷ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആയിഷ ബീവിയുടെ ഒരു ആങ്ങളയെ പോലെ പ്രധാനപ്പെട്ട കുടുംബത്തിൽ ആങ്ങളയുടെ മകനായ അബ്ദുല്ലാഹിബ്നു സുബൈർ, ആങ്ങളയെ പോലെ ബന്ധപ്പെട്ട ആളുടെ മകനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ടപ്പോ പറഞ്ഞത്രേ, ഇതെന്തൊരു ദാനമാണ്, ഇത് കുറച്ച് കടന്ന കൈയായി പോയി. 1 കൊല്ലം ജീവിക്കാനുള്ള വക കിട്ടിയിട്ട് റസൂലിന്റെ പത്നി 12 മാസം പട്ടിണി കിടക്കാൻ ആ 1 ലക്ഷവും 5 മിനിറ്റ് കൊണ്ട് ചെലവഴിച്ചതൽപ്പം കടുത്ത ദാനധർമ്മമായി പോയി. അതുകൊണ്ട് ഇനി അതത്ര കടുത്ത ദാനമായി പോയി, അത് കവിഞ്ഞ ദാനമായി പോയി എന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ധീരനായ സഹാബി ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോടുള്ള റസൂലിന്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം പറഞ്ഞുപോയി. വിവരം ആയിഷ ബീവിയുടെ കാതിലുമെത്തി. അതൽപ്പം കടുത്ത ദാനമായി പോയി എന്ന് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നു. ആയിഷ ബീവി പറഞ്ഞു, ഇനി മരിക്കുന്നവരെ അബ്ദുള്ള എന്റെ അടുത്ത് വരരുത്, ഇനി മരിക്കുന്നവരെ അബ്ദുള്ള എന്നോട് മിണ്ടരുത്, ഇനി ഒരിക്കലും അബ്ദുള്ളയെ ഞാൻ കാണില്ല, അബ്ദുള്ള എന്റെ വീട്ടിലേക്ക് വരരുത്, പാവങ്ങൾക്ക് ദാനം ചെയ്തത് കടുത്ത ദാനമായി പോയി എന്നാണ് അബ്ദുള്ളക്ക് അഭിപ്രായമെങ്കിൽ അബ്ദുള്ള ഇനി ആയിഷയോട് ബന്ധമില്ല, ഇനി എന്നോടൊരു വാക്കും പറയേണ്ടതില്ല. വ്യസനിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട അബ്ദുള്ള ചെറുപ്പക്കാരനായ ആയിഷ ബീവിയെ ഉമ്മ എന്ന് വിളിക്കുമായിരുന്ന അബ്ദുല്ലാഹിബ്നു സുബൈർ ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുമ്പിൽ വന്നിരുന്ന് തിരശീലക്ക് മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രകാരൻ ഉദ്ധരിക്കുകയാണ്. ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ, പരിശുദ്ധ റസൂലിന്റെ പത്നിയായ ആയിഷ, എന്നോട് പൊറുക്കേണമേ, ദാനധർമ്മത്തെ നിസ്സാരമാക്കാൻ പറഞ്ഞതല്ല. 12 മാസം കഴിയേണ്ട അങ്ങയുടെ ഉപജീവനത്തിന്റെ മാർഗം 5 മിനിറ്റ് കൊണ്ടങ്ങ് ചെലവഴിച്ച ത്യാഗത്തിന്റെ ഔദാര്യത്തിന്റെ പരിധി അല്പം കൂടിപ്പോയില്ലയോ എന്ന് ശങ്ക പ്രകടിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പോലും കർട്ടൻ നീക്കി അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആയിഷ ബീവി മടി കാണിച്ചു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഉദ്ധരിച്ച മഹദികളും മഹാത്മാക്കളും നമ്മോട് പറയുകയാണ്. പങ്കുവെക്കാനുള്ളതാണ് ജീവിതം. ഇന്ന് ലോകത്ത് എല്ലാ പശുക്കൾക്കും കൂടി കറന്നെടുക്കുന്ന പാലുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ, അമേരിക്കയിലെ, ഇന്ത്യയിലെ, കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലെ മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളിലെയും കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് മുഴുവനും കുടിക്കാനുള്ള പാല് തികഞ്ഞിട്ട് പിന്നെയും പാല് ബാക്കിയാകുന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പാലെവിടെ? എത്രയോ കുഞ്ഞുമക്കൾ പാല് കുടിക്കാതെ, ചെറുപ്പത്തിൽ പോലും കുടിക്കേണ്ട പാല് കിട്ടാതെ, ന്യൂട്രീഷൻ ഇല്ലാതെ, പോഷകാംശമുള്ള ആഹാരം ലഭിക്കാതെ അവർ പോയിട്ട് കുഞ്ഞുനാളിൽ തന്നെ മരണപ്പെട്ടു പോകുന്നു. എത്രയോ ദരിദ്ര രാജ്യങ്ങളിലെ മക്കൾക്ക് പാല് നിഷേധിക്കപ്പെടുന്നു. അപ്പോഴും ലോകത്തെ വൻശക്തികൾ, അന്നത്തെ പേർഷ്യ, അന്നത്തെ റോം, ഇന്നത്തെ അമേരിക്ക, അതുപോലുള്ള രാജ്യങ്ങൾ കൊണ്ടുപോയിട്ട് പാല് കൊണ്ടുപോയിട്ട് അവരുടെ മുതലാളിമാരുടെ മക്കളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി പാല് കൊണ്ടുപോയിട്ട് ഓരോ ദിവസവും കടലിൽ ഒഴുക്കുന്നുവെന്ന് ഏറ്റവും പുതിയ കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ബാക്കിയുള്ള ഈ പാൽ എന്ത് ചെയ്യാൻ? അത് ആർക്ക് കൊടുക്കാൻ? അതെവിടെ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ? കുറെയൊക്കെ സൂക്ഷിച്ചാലും പിന്നെയും പിന്നെയും ബാക്കിയാകുന്ന മുതൽ കൊണ്ടുപോയിട്ട് കടലിൽ ഒഴുക്കുന്ന ദുർവ്യയത്തിന്റെ, ആർഭാടത്തിന്റെ, ദൂർത്തിന്റെ ലോകത്ത് ദാനധർമ്മങ്ങളും പങ്കുവെക്കലുമാണ് ജീവിതമെന്ന് പഠിപ്പിക്കാൻ ഈ ആയിഷ ബീവിയാണ് പറഞ്ഞതൊരിക്കൽ, കല്ലേ മണ്ണേ, നീ എത്ര ഭാഗ്യം ചെയ്തു, നിനക്ക് അള്ളാഹുവിനെ ഓർക്കേണ്ട കടമയില്ലല്ലോ. പുൽക്കൊടിയേ, പുൽക്കൊടിയുടെ ഇലയേ, പുൽക്കൊടിയുടെ പുൽനാമ്പേ, ഞാൻ നീയായിരുന്നെങ്കിൽ എങ്കിൽ ഞാൻ അള്ളാഹുവെ ഓർക്കാനുള്ള ബാധ്യതയിൽ നിന്നൊഴിവായി നാളെ ഉത്തരം കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നല്ലോ. ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജനിച്ചതുകൊണ്ട് എനിക്ക് കടമകളായി, കടമകൾ എനിക്ക് ബാധ്യതയായി. ഞാൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അനുദിനം ഗദ്ഗദ കണ്ഠയായി പറയുമായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഈ ആയിഷ ബീവിയാണ് ലോകത്ത് ധർമ്മത്തിന്റെ നായികയായി വന്നത്. ഈ ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്. ഈ ആയിഷ ബീവി ലോകത്ത് ധർമ്മത്തിന്റെയും സദാചാരത്തിന്റെയും ഏറ്റവും വലിയ മാതൃകയായിട്ട് ജ്വലിച്ചു നിൽക്കുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം കണ്ടെത്താൻ സാധിക്കണം, ഹൃദയത്തെ നിറക്കാൻ സാധിക്കണം, ഹൃദയത്തിന്റെ ദാഹത്തെ തീർക്കാൻ സാധിക്കണം. ഏത് അരുവിയുടെ ജലമാണ് ഹൃദയം സ്വീകരിക്കാൻ പോകുന്നത്? ജാൻഡൽ എന്ന എഴുത്തുകാരൻ പറയുകയാണ്, ഗോഡ്, ഫ്രീഡം, നോളജ്, ആർട്ട്, ബ്യൂട്ടി ആൻഡ് ലവ്. ദൈവം, സ്വാതന്ത്ര്യം, വിജ്ഞാനം, കല, സൗന്ദര്യം, സ്നേഹം. മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ജാൻഡൽ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്: ഗോഡ്, ഫ്രീഡം, നോളജ്, ആർട്ട്, ബ്യൂട്ടി, ലവ്. ദൈവം, സ്വാതന്ത്ര്യം, വിജ്ഞാനം, കല, സൗന്ദര്യം, സ്നേഹം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. 1 ദൈവം, 2 ഫ്രീഡം, സ്വാതന്ത്ര്യം, 3 നോളജ്, വിജ്ഞാനം, 4 ആർട്ട്, കല, 5 ബ്യൂട്ടി, സൗന്ദര്യം, 6 ലവ്, സ്നേഹം. അദ്ദേഹം പറയുകയാണ്, ഗോഡ്, ഫ്രീഡം, നോളജ്, ആർട്ട്, ബ്യൂട്ടി ആൻഡ് ലവ് അവൈറ്റ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ കാത്തു നിൽക്കുന്നു. ഈച്ച് ലൈക്ക് എ സ്പ്രിംഗ്. ഓരോന്നും ഒരു അരുവിയെപ്പോലെ കാത്തു നിൽക്കുന്നു. എന്തിനെയാണ് കാത്തു നിൽക്കുന്നത്? ദി ഹാർട്ട് ഇൻ ദി ഡെസേർട്ട് ഓഫ് ക്വസ്റ്റ്. അന്വേഷണത്തിന്റെ മരുപ്പറമ്പിലെ ഹൃദയത്തെ കാത്തു നിൽക്കുന്നു. അന്വേഷണത്തിന്റെ മരുപ്പറമ്പിലെ ഹൃദയം, ആ ഹൃദയത്തെ കാത്തു നിൽക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിലെ, ഈ പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ. ദൈവം അതിനെ കാത്തു നിൽക്കുന്നു. സ്വാതന്ത്ര്യം അങ്ങനെ, വിജ്ഞാനം അങ്ങനെ, കലയങ്ങനെ, സൗന്ദര്യം അങ്ങനെ, സ്നേഹം അങ്ങനെ. With the water of which spring will one's heart fill its empty and dusty jug. ഇതിൽ ഏത് അരുവിയുടെ വെള്ളം കൊണ്ടാണ് ഹൃദയം അതിന്റെ ഒഴിഞ്ഞ കോപ്പയെ, അതിന്റെ ശൂന്യമായ ചഷകത്തെ, അതിന്റെ പൊടി പിടിച്ച. ജാൻഡലിന്റെ വാക്കുകൾ വളരെ മനോഹരമാണ്. ഇറ്റ്സ് എംപ്റ്റി ആൻഡ് ഡസ്റ്റി ജഗ്. ഒഴിഞ്ഞതും പൊടിപിടിച്ചതുമായ, ശൂന്യവും പൊടിപിടിച്ചതുമായ അതിന്റെ ചഷകം, അതിന്റെ കോപ്പ, ഹൃദയം. ഈ പറഞ്ഞതിൽ ഏത് അരുവിയുടെ ജലം കൊണ്ടാണ് നനക്കുക എന്ന് ചോദിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രാധാന്യം, അത് നടത്തിക്കൊണ്ടിരിക്കുന്ന തേട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ഈ ലോകത്ത് ദൈവികമായ വിജ്ഞാനവും വെളിപാടും എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ സംഗതികളുടെയും അരുവികളുടെ ജലത്തെ, അതിന്റെ തെളിനീരിനെ ഒപ്പിയെടുക്കുന്ന ഏറ്റവും വലിയ അനുഭവമാണെന്ന് കാണാൻ സാധിക്കും. ദൈവം, സ്വാതന്ത്ര്യം, വിജ്ഞാനം, കല, സാഹിത്യം, സ്നേഹം, ഇതിന്റെ ഒക്കെ തന്നെ അരുവികളെ ദൈവികമായ വെളിപാട് സ്വീകരിക്കുന്നു, സാംശീകരിക്കുന്നു. ആ ദൈവികമായ വെളിപാട് നീതിയുടെ ഏറ്റവും വലിയ പര്യായമാണെന്ന് ഖുർആൻ പറയുന്നു. വഇദാ ഖുൽതും ഫഅദിലൂ വലൗ കാന ദാ ഖുർബാ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നീതിയോടെ മാത്രം സംസാരിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോലും എന്ന് ഖുർആൻ വിശ്വാസികളെ ഉണർത്തുന്നു. നിങ്ങളുടെ സ്വന്തക്കാരുടെ കാര്യമാണെങ്കിൽ പോലും, സ്വന്തം കുടുംബത്തിന്റെ കാര്യമാണെങ്കിൽ പോലും നീതിയോടുകൂടി മാത്രം സംസാരിക്കുക. ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തിന്റെ ഒരു വിഷയം ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമന്നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്. അല്ലാഹു പറയുകയാണ്, നമ്മുടെ ദൂതന്മാരെ നാം ഇറക്കി, നമ്മുടെ ദൂതന്മാരെ നാം നിയോഗിച്ചു. ബിൽ ബയ്യിനാതി, സുവ്യക്തമായ സന്മാർഗ പ്രമാണങ്ങളോടുകൂടി ദൂതന്മാരെ നാം നിയോഗിച്ചു. വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. ദൈവദൂതന്മാരോടൊപ്പം ഗ്രന്ഥത്തിനെയും തുലാസിനെയും നാം ഇറക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് തുലാസ്. വളരെ ബോധപൂർവമാണ്. മദീനയിലേക്കുള്ള പാതയുടെ 15ാമത്തെ ഈ വാർഷിക പ്രഭാഷണ സദസ്സിൽ നൈതികത എന്ന വിഷയം ഈ വിനീതൻ തെരഞ്ഞെടുക്കുകയും അത് ഈ ബഹുമാന്യമായിട്ടുള്ള പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പിലും നാളെ ഈ ശബ്ദം വീണ്ടും കേൾക്കാൻ പോകുന്ന സഹോദര സഹോദരിമാരുടെ മുമ്പിലും വളരെ ഗൗരവത്തോടെയും വളരെ ശ്രദ്ധയോടെയുമാണ് അവതരിപ്പിക്കുന്നത്. തുലാസിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് മനുഷ്യരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. അല്ലാഹു ഗ്രന്ഥവും തുലാസും ഇറക്കി. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതി പാലിക്കാൻ. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ്. അതോടൊപ്പം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അല്ലാഹു പറയുന്നു,
അതോടൊപ്പം ഇരുമ്പിനെയും നാം ഇറക്കി. കേട്ടാൽ വളരെ സർവ്വസാധാരണമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇരുമ്പ്. ഗ്രന്ഥത്തെ ഇറക്കി, അതിന്റെ കൂടെ തുലാസിനെ ഇറക്കി, അതിന്റെ കൂടെ ഇരുമ്പിനെയും നാം ഇറക്കി. ഫീഹി ബഅസുൻ ശദീദും വമനാഫിഉ ലിന്നാസ്. ആ ഇരുമ്പിൽ വളരെ വലിയ ശക്തിയും ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. ഇരുമ്പിൽ ശക്തിയും ഉപകാരവുമുണ്ട്. ഇരുമ്പ് ഖുർആനിൽ എന്തുകൊണ്ട് സ്ഥലം പിടിച്ചു എന്നതിന്റെ ശാസ്ത്രീയമായ ചർച്ച വളരെ വിശദമായി നടത്തേണ്ട ഒന്നാണ്. അതിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തെ ഒരു ഗവേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ മൂലകങ്ങളെക്കുറിച്ച് ശാസ്ത്രം വ്യക്തമായ പഠനം നടത്തുകയുണ്ടായത്. പ്രപഞ്ചത്തിലെ മൂലകങ്ങളിൽ ഇരുമ്പിന്റെ മൂലകങ്ങൾ വളരെ പ്രധാനമാണെന്ന് ശാസ്ത്രം കണ്ടെത്തി. ഇരുമ്പ് നിർമ്മിക്കപ്പെടണമെങ്കിൽ സൗരവലയത്തിന്റെ 4 ഇരട്ടിയെങ്കിലും ഊർജം ആവശ്യമാണെന്നും ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ഭൂമിയിലുള്ള ഇരുമ്പുണ്ടാക്കാൻ സൗരവലയത്തിന്റെ 4 ഇരട്ടി ഊർജം വേണം എന്ന് പറഞ്ഞാൽ ഭൂമി, ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ശക്തിയുടെ 4 ഇരട്ടി ഉണ്ടായാൽ മാത്രമേ നമ്മൾ കൈക്കോട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പിച്ചാക്കത്തി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കഠാരി ഉണ്ടാക്കുന്ന ഈ ഇരുമ്പ്, ആ ഇരുമ്പ് നിർമ്മിക്കാൻ സൗരോർജത്തിന്റെ 4 ഇരട്ടി വേണമെന്ന് ശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഇരുമ്പ് ഉണ്ടായതെന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ഇരുമ്പിനെ ഇറക്കി എന്നാണ്. അതുകൊണ്ട് പ്രൊഫസർ ആംസ്ട്രോങ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ, അടുത്ത കാലത്ത് ഞാൻ ആ വിഷയം വിടുകയാണ്, അങ്ങനെയുള്ള വലിയ ചർച്ചകളിലേക്ക് ഈ ഒരു പ്രഭാഷണത്തിന്റെ മധ്യത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ട് തുലാസും ഇരുമ്പും എന്ന ഖുർആന്റെ പ്രയോഗം വളരെ മനോഹരവും വളരെ ചിന്തനീയവും വളരെ രസകരവും ആലോചിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള വലിയൊരു ചൂണ്ട് പറയുകയുമാണ്. ഗ്രന്ഥം, തുലാസ്, ഇരുമ്പ്, ഈ 3 ചേർത്ത് പറയുന്ന ഖുർആന്റെ രീതി. അപ്പോ ഞാൻ ചുരുക്കി പറയാണ്, പ്രൊഫസർ ആംസ്ട്രോങ് എന്ന ശാസ്ത്രജ്ഞനടക്കമുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടായതല്ല, പുറത്തുനിന്ന് വന്നതാണെന്നാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഖുർആന്റെ ഈ ആയത്ത് ഇവിടെ അവതരിപ്പിച്ചത്. ഇരുമ്പ് ഭൂമിയിലുണ്ടായ സാധനമല്ല. ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഇരുമ്പിന്റെ മൂലകങ്ങൾ വളരെ ശക്തമാണ്. ഇരുമ്പിന്റെ ഒരു പരമാണു ഉണ്ടാക്കണമെങ്കിൽ സൗരോർജത്തിന്റെ 4 ഇരട്ടി വേണം. ഭൂമിയുടെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും ഒക്കെ അടങ്ങിയിട്ടുള്ള സൗരോർജത്തിന്റെ 4 ഇരട്ടി. പിന്നെ എങ്ങനെയാ അങ്ങനെ ഒരു സാധനം ഭൂമിയിൽ ഉണ്ടാക്കുക? 1400 കൊല്ലം മുമ്പ് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഅൻസൽനൽ ഹദീദ്. അല്ലാഹു പറയുകയാണ്, ഇരുമ്പിനെയും നാം ഇറക്കിയിരിക്കുന്നു. ഫീഹി ബഅസുൻ ശദീദ്, അതിൽ വലിയ ശക്തിയുണ്ട്. വമനാഫിഉ ലിന്നാസ്, ആളുകൾക്ക് ഉപകാരവുമുണ്ട്. ആളുകൾക്ക് ഉപകാരവുമുണ്ട്. ഇരുമ്പിന്റെ ഉപകാരം ശക്തിയാണ്. എല്ലാ വ്യവസായങ്ങളുടെയും പുരോഗതിയുടെയും നിർമ്മാണത്തിന്റെയും അടിസ്ഥാനമാണ് ഇരുമ്പ്. പക്ഷേ അത് മനുഷ്യന്റെ കർമ്മശേഷിയുടെ കൂടി ഉദാഹരണമാണ്. കർമ്മശേഷിയിലേക്ക് അത് ജനതയെ പ്രേരിപ്പിക്കുകയാണ്. നാം ഈ അന്ധതയിൽ നിന്ന് നൈതികതയിലേക്കെന്ന വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസം. അത് പറയാൻ വേണ്ടി ബോധപൂർവം ഈ വക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റിവെച്ചതാണ്. ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ കൈമുതൽ ആ ദുആയിലും ഇവിടെ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ദുആയിലും അടങ്ങിയിട്ടുണ്ടെന്ന് ഈ വിനീതൻ അടിവരയിട്ട് പറയുകയാണ്. 10 സലാത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പ്രഭാഷണ പരിപാടി അവസാനിപ്പിക്കുന്നത്. ആ സലാത്ത് എല്ലാവരും ഒന്നിച്ച് ഉച്ചത്തിൽ ചൊല്ലണം എന്ന് പ്രത്യേകം എല്ലാ സഹോദരന്മാരോടും അപേക്ഷിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله الحمد لله رب العالمين. آمين. اللهم لك الحمد ولك الشكر على ما قضيت يا رب العالمين. آمين. اللهم لك الحمد حمدا كثيرا طيبا مباركا ملء السماوات وملء الأرض وملء ما بينهما وملء ما شئت من شيء بعد. آمين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد صلى الله عليه وأصحاب وسلم. نبينا وسيدنا وحبيبنا محمد. اللهم افتح لنا فتحا مبينا وانصرنا نصرا عزيزا وقونا يا قوي يا متين. اللهم لا تدع لنا في مقامنا وفي مجلسنا هذا في ليلة المباركة في شهر رمضان آمين. لا تدع لنا ذنبا إلا غفرته آمين. ولا مرضا إلا شفيته ولا دينا إلا أديته آمين. ولا هما إلا فرجته ولا ضرا إلا كشفته ولا عسيرا إلا يسرته ولا عدوا إلا خذلته ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها يا رب العالمين يا مجيب الدعوات يا بديع العجائب الخير يا بديع برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجد. اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجد. اللهم صل وسلم وبارك على سيدي ونبي محمد وعلى آله وصحبه الممجد. صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على